ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ബീസ്. ലിറ്റ്ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ക്യാച്ചർ ഇൻ ദ റൈ എന്ന് പറഞ്ഞിട്ടുള്ള JD സാലിഞ്ചറുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഇത് ആക്ച്വലി അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഒരുപാട് ചാപ്റ്റേഴ്സ് ഈ ഒരു വർക്കിനുണ്ട്. ഒരു യങ് അഡൾട്ട് ആയിട്ടുള്ള ഒരു കുട്ടീൻ്റെ ഒരു ഡെവലപ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റും അതിനോട് അദ്ദേഹം പ്രതികരിക്കുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു വർക്ക് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഓരോ ചാപ്റ്റേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു ബോയ് സൊസൈറ്റിയിൽ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെ സൊസൈറ്റിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്കിൽ തീമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം JD സാലിഞ്ചറെ കുറിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രീഫ് ബയോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെറോം ഡേവിഡ് സാലിഞ്ചർ എന്നാണ് JD സാലിഞ്ചറുടെ ഫുൾ നെയിം അല്ലേ. 1919 ന്യൂയോർക്ക് സിറ്റിയിൽ USA അദ്ദേഹം ജനിക്കുന്നത്. മാത്രമല്ല ന്യൂ ഹാംഷെയറിലാണ് 2010 ഈ അടുത്ത് 2010 അദ്ദേഹം മരിക്കുന്നത്. ഫേമസ് വർക്ക് ദ ക്യാച്ചർ ഇൻ ദ റേ തന്നെയാണ്. 1951 അദ്ദേഹം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാലിഞ്ചർ ആക്ച്വലി വേൾഡ് വാർ സെക്കൻഡിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സെർവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പിന്നെ ഈ വേൾഡ് വാറിൽ പങ്കെടുത്തത് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനൊക്കെ വളരെ ഡീപ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാച്ചർ ഇൻ ദ റേ തന്നെയാണ്. ഇത് കാരണമായിട്ടാണ് JD സാലിഞ്ചർ ഇത്രയധികം അറിയപ്പെട്ടത്. 1951 ഒരു മാസ്റ്റർ പീസ് പോലെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള ഒരു വാക്കാണ്. മാത്രമല്ല പിന്നെ ഇതൊരു മേജർ സക്സസ് കൂടിയായിരുന്നു JD സാലിഞ്ചറെ സംബന്ധിച്ചിടത്തോളം. ഇന്നും നമുക്ക് അമേരിക്കൻ ലിറ്ററേച്ചറൊക്കെ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു വർക്കായിട്ട് JD സാലിഞ്ചറുടെ ഈ ഒരു വർക്ക് കാണാം, റൈറ്റ്. പിന്നെ ഇദ്ദേഹം ആക്ച്വലി 1965 പബ്ലിഷ് ചെയ്യുന്നത് നിർത്തി. മാത്രമല്ല അദ്ദേഹം പിന്നെ പ്രൈവറ്റായിട്ട് എഴുതിയെന്നുണ്ടെങ്കിലും 1965 എന്ത് ചെയ്യുന്നുണ്ട്, എഴുതുന്നത് നിർത്തുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നത് നിർത്തുന്നുണ്ട്. എഴുത്ത് വീണ്ടും തുടർന്നു, പക്ഷേ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട വർക്കുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 സ്റ്റോറീസ് 1953 വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രാനി ആൻഡ് സൂയി എന്ന് പറഞ്ഞിട്ട് 1961 വർക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൈസ് ഹൈ ദ റൂഫ് ബീം, കാർപ്പൻറ്റേഴ്സ് ആൻഡ് സീമോർ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് 1963 അദ്ദേഹത്തിൻ്റെ വർക്ക് വരുന്നുണ്ട്. പിന്നെ ഹാപ്പോത്ത് എന്ന് പറഞ്ഞിട്ട് ഹാപ്പോത്ത് 16 1924 അദ്ദേഹം ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി പിന്നെ ന്യൂയോർക്കറിൽ 1965 ന്യൂയോർക്കറിലാണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാച്ചർ ഇൻ ദ റൈ 1951 പബ്ലിഷ് ചെയ്യപ്പെട്ട ക്യാച്ചർ ഇൻ ദ റൈ, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ. ഇനി നമ്മൾ നോവലിലേക്ക് വരുമ്പോൾ, പ്രധാനമായിട്ടും ഈ ഒരു വർക്കിലേക്ക് വരുമ്പോൾ ആദ്യത്തെ കുറച്ച് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ 1-2 ചാപ്റ്ററിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഹോൾഡൻ കൊഫീൽഡ്, ഇതാണ് ഈ ഒരു ബോയ് ആണ് ആക്ച്വലി നമ്മുടെ ഇതിലെ മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. ഹോൾഡൻ കൊഫീൽഡ് എന്നാണ്, നറേറ്ററാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി തൻ്റെ സ്റ്റോറി പറയാണ്. ഒരു റെസ്റ്റ് ഹോമിൽ അതല്ലെങ്കിൽ ഒരു മെൻ്റൽ ഒരു ഹൗസിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, തൻ്റെ സ്റ്റോറി പറയാണ്. അപ്പോൾ ആക്ച്വലി അദ്ദേഹം എന്താണ് ജസ്റ്റ് ഈ അടുത്ത് അവന് പെൻസി പ്രപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്കൂളുണ്ട്, അവിടുന്ന് എക്സ്പെൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവിടുന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പോകുന്നതിന് ശേഷം സംഭവിക്കുന്ന ഹോൾഡൻ കൊഫീൽഡിന് ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു വർക്കിൽ JD സാലിഞ്ചർ പറയുന്നത്. അപ്പോൾ ഹോൾഡൻ കൊഫീൽഡാണ് മെയിൻ നറേറ്റർ എന്നുള്ളത് മനസ്സിലാക്കാം. ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, പെൻസി പ്രിപ്പ് എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പുറത്താക്കിയിട്ട് അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് പോകാനൊക്കെ പിന്നെ ലോകത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരുപാട് സഞ്ചരിക്കാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ആക്ച്വലി അതിന് മുമ്പായിട്ട് മിസ്റ്റർ സ്പെൻസർ എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട്, ഹോൾഡൻ കൊഫീൽഡിൻ്റെ ടീച്ചറാണ്. ടീച്ചറെ കണ്ടുമുട്ടുന്നുണ്ട്. ടീച്ചർ ആക്ച്വലി ഒരുപാട് അഡ്വൈസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഹോൾഡനെ. പക്ഷേ ഹോൾഡൻ ഇതൊന്നും അങ്ങനെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുന്നില്ല, കയറുന്നില്ല. ഈ അഡ്വൈസസ് ഒന്നും എന്തൊക്കെയാണ് ഇപ്പോൾ പുള്ളി പറയുന്നത് എന്നുള്ളതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഹോൾഡൻ എന്ത് ചെയ്യാണ്, പിന്നെ റൂമിലേക്ക് തിരിച്ചു വരികയാണ് അല്ലേ. ഹോൾഡൻ പഠിക്കുന്ന ആ ഒരു സ്കൂളിൽ നിന്നുള്ള തൻ്റെ റെസിഡൻഷ്യലാണ്. അപ്പോൾ റൂമിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ എന്താണ്, തൻ്റെ റൂംമേറ്റ് ഉണ്ട്. റൂംമേറ്റിൻ്റെ പേരെന്താ, സ്ട്രാഡ്ലർ എന്നാണ് റൂംമേറ്റിൻ്റെ പേര്. സ്ട്രാഡ്ലർ കണ്ടുമുട്ടാണ്. സ്ട്രാഡ്ലറും ഹോൾഡനും ഫ്രണ്ട്സാണ്. അങ്ങനെ അവർ കണ്ടുമുട്ടാണ്. അങ്ങനെ പിന്നെ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സംസാരിക്കുന്നുണ്ട്. സ്റ്റാഡ്ലറുമായിട്ടൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ സ്പീക്ക് ചെയ്യാണ് തന്നെ ഈ പുറത്താക്കിയ കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ ഒരു നെയ്ബർ ഉണ്ട് ആക്ച്വലി ഇവർക്ക്, അക്ലി എന്നാണ് നെയ്ബറുടെ പേര്. അപ്പോൾ ഈ പിന്നെ നെയ്ബറിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡൻ തിരിച്ചു വരുന്ന സമയത്ത് കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ സ്റ്റാഡ്ലർ ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാഡ്ലർ ഹോൾഡൻ കാണാതെ ജെയിൻ ഗലഹർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഡേറ്റിന് പോകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ശരിക്കും എന്താണ്, ജെയിൻ ഗലഹർ ഹോൾഡന് ഇഷ്ടപ്പെടുന്നൊരു പെൺകുട്ടിയാണ്. ഹോൾഡൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് ജെയിൻ ഗലഹർ. അപ്പോൾ ജെയിൻ ഗലഹറുമായിട്ട് ഡേറ്റിന് പോകുന്നുണ്ട് ആര്, സ്റ്റാഡ്ലർ. അപ്പോൾ ഇത് ആക്ച്വലി ഹോൾഡനെ ഭയങ്കര ജലസാക്കി മാറ്റുന്നുണ്ട്. കാരണം ഹോൾഡൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ ജെയിൻ്റെ കൂടെ തൻ്റെ ഫ്രണ്ടായിട്ടുള്ള സ്റ്റാഡ്ലർ എന്ത് ചെയ്യാണ്, ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇത് അവനക്ക് ആക്ച്വലി ഭയങ്കര ഫീലിംഗ് ആവുന്നുണ്ട്, ഭയങ്കര ജലസായിട്ട് മാറുന്നുണ്ട് അവൻ. ഓക്കെ. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 5ാമത്തെ 6ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ ഹോൾഡൻ എന്ത് ചെയ്യാണ്, ഒരുപാട് എഴുതാനൊക്കെ തുടങ്ങാം. ആക്ച്വലി പിന്നെ ഒരു ഇംഗ്ലീഷ് കോമ്പോസിഷൻ അല്ലെ, കുറച്ച് എഴുത്തിലേക്കൊക്കെ തിരിഞ്ഞാലോ എന്ന് വിചാരിച്ച് എഴുത്ത് തുടങ്ങുന്നുണ്ട്. ഇത് ആക്ച്വലി പിന്നെ സ്റ്റാഡ്ലറിന് വേണ്ടിയിട്ടാണ് ഈ എഴുത്തുകളൊക്കെ എഴുതുന്നത്. ആരെക്കുറിച്ചായിരുന്നു, തൻ്റെ ഡെഡ് ബ്രദറിനെ കുറിച്ചാണ് എഴുതുന്നത് അല്ലേ. ഹോൾഡൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ആലി എന്നാണ് ബ്രദറിൻ്റെ പേര്. അപ്പോൾ
ഹാലിൻ്റെ ഒരു ബേസ്ബാൾ ഗ്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബേസ്ബാൾ ഗ്ലോവിനെ കുറിച്ചൊക്കെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം എഴുതുന്നത്, കോമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഹോൾഡൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ അടുത്ത് കാണുന്നത് എന്താ, ഈ സ്ലാഡ്ലറുമായിട്ട് ഒരു ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്. ഹോൾഡൻ്റെ ഫ്രണ്ട് ആണല്ലോ, അങ്ങനെ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള സ്ലാഡ്ലറുമായിട്ട് ഹോൾഡൻ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവസാനം ഹോൾഡൻ തീരുമാനിക്കുകയാണ് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, എന്ത് ചെയ്യാണ്, പെൻസി വിട്ടിടുന്ന എന്ത് ചെയ്യണം, ഇവിടുന്ന് വിട്ടു പോകണം, പെൻസി പ്രിപ്പ് വിട്ടിട്ട് ഇവിടുന്ന് എങ്ങോട്ടും ഓടിപ്പോകണം, പിന്നെ എവിടേക്കെങ്കിലും ഒളിച്ചു പോകണം എന്നുള്ളത് തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ പതിയെ ആരും അറിയാതെ ഒരു രാത്രിയിൽ ഹോൾഡൻ എന്ത് ചെയ്യാണ്, ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഇവിടുന്ന് സ്കൂളിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് ന്യൂയോർക്കിലേക്ക് കടക്കുന്ന സമയത്ത് നടക്കുന്ന സംഭവമാണ് അടുത്ത ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇവിടേക്ക് പോകുമ്പോൾ ട്രെയിനിലാണ് പോകുന്നത് അല്ലേ. ഹോൾഡൻ ട്രെയിനിൽ കയറി ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ശരിക്കും തൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ മദറിനെ കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷേ ക്ലാസ്മേറ്റിൻ്റെ മദർ എടുക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നോണം പറയുന്നുണ്ട്, എങ്ങോട്ടാണ്, ന്യൂയോർക്കിലേക്കാണ് പോകുന്നത്, സിറ്റിയിലേക്കാണ് പോകുന്നതെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ന്യൂയോർക്കിൽ എത്തിയിട്ട് ഒരു ഹോട്ടൽ എടുക്കുകയാണ്. ഈ ഹോട്ടലിൽ അവൻ ശ്രദ്ധിക്കുകയാണ് എന്താ ആക്ച്വലി ഭയങ്കര പിന്നെ പെർവേർട്സിൻ്റെ ഒരു ഹോട്ടലായിട്ടാണ് എന്ത് ചെയ്യുന്നത് അവനക്ക് തോന്നുന്നത് അല്ലേ. ഒരു വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് വന്നിട്ട് ഹോട്ടൽ എടുത്തിട്ട് നിൽക്കുമ്പോൾ ഇത് ആക്ച്വലി എന്താണ് ഒരുപാട് പിന്നെ പെർവേർട്സുകളെ ന്യൂയോർക്ക് സിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട് അവനക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നൈറ്റ് ക്ലബിലേക്കൊക്കെ പോകുന്നുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിൽ ചെന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നൈറ്റ് ക്ലബിൽ പോകുന്നുണ്ട്. അവിടെ പോയി ഡാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു പിന്നെ 3 ഓൾഡർ വുമൺ ആണ് അവനക്ക് കിട്ടുന്നത്. അങ്ങനെ അവരുടെ കൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സിറ്റി ലൈഫ് ഇങ്ങനെ അവൻ എന്ത് ചെയ്യാണ്, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അടുത്ത ഒരു പിന്നെ ചാപ്റ്ററിലേക്ക് 11-13 ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ, അവനക്ക് ജെയിൻ ഗലഹറിനെ ഓർമ്മ വരികയാണ്. കാരണം ജെയിൻ ഗലഹർ അവൻ്റെ ഒരു പിന്നെ ക്ലോസ് ഫ്രണ്ടിനെ പോലെ ഭയങ്കര അടുത്ത ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ. അങ്ങനെ ജെയിൻ ഗലഹറിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവനക്ക് വരികയാണ്. അപ്പോൾ അവന് പുറത്തിറങ്ങിയിട്ട് ന്യൂയോർക്ക് സിറ്റിയിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ലോൺലിയാണ്, കാരണം ആരുമില്ല അല്ലേ, ഫ്രണ്ട്സൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ നടന്ന അവസാനം സണ്ണി എന്ന് പറയുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ അവൻ കണ്ടുമുട്ടാണ് അല്ലെ, ഒരു വേശ്യയെ കണ്ടുമുട്ടാണ്. അങ്ങനെ സണ്ണിനെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ റൂമിലേക്കൊക്കെ വിളിച്ച് അങ്ങനെ പിന്നെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഹോൾഡൻ എന്ത് ചെയ്യുന്നില്ല, സണ്ണി ഒന്നും ചെയ്യുന്നില്ല. എന്താണ് ജസ്റ്റ് വാണ്ട് ടു ടോക്ക് അല്ലേ, അങ്ങനെ സംസാരിക്കുക മാത്രമാണ് പിന്നെ സണ്ണിനോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. കാരണം ലോൺലിനെസ് ആണ്, ഒറ്റപ്പെടലാണ്, സംസാരിക്കുക മാത്രമാണ് അവനക്ക് താല്പര്യം. അപ്പോൾ ഇത് സണ്ണിയെ ഭയങ്കര ദേഷ്യപ്പെടുത്താണ്, കാരണം സംസാരിക്കാനല്ലല്ലോ വിളിച്ചിട്ടുള്ളത്. അങ്ങനെ അവൾ ഭയങ്കര ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ അടുത്തത് നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഇവിടെ മോറിസ് അല്ലേ, സണ്ണിയുടെ ഒരു പിമ്പാണ് ആക്ച്വലി മോറിസ് അല്ലേ. സണ്ണി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, അപ്പോൾ അവളുടെ പിമ്പാണ് മോറിസ്. അങ്ങനെ മോറിസിനെ വിളിച്ചുകൊണ്ട് സണ്ണി വരികയാണ്. അങ്ങനെ വന്നിട്ട് പിന്നെ ഹോൾഡൻ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കാരണം ഒരുപാട് പൈസ ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അവനിങ്ങനെ വിളിച്ചു വരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഹോൾഡൻ എന്ത് ചെയ്യാണ്, ഒരു പിന്നെ ഇതില്ലാതെ അവസാനം സാലി ഹൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, സാലി ഹൈസിനെ മീറ്റ് ചെയ്യാണ് ന്യൂയോർക്ക് സിറ്റിയിൽ. കാരണം ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഹോൾഡന് സാലി ഹൈസിനെ കോൾ ചെയ്യുന്നു. ഈ സാലി ഹൈസ് ആക്ച്വലി എന്താണ്, അവന് മുമ്പ് ഡേറ്റ് ചെയ്തിരുന്ന പിന്നെ ഒരു പെണ്ണാണ്. അങ്ങനെ സാലി ഹൈസിനെ പിന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാണ്. അങ്ങനെ പിന്നെ അവർ എന്ത് ചെയ്യണം, ഒരു ഡേറ്റിനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവൻ എന്താണ് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവനക്ക് ഒരു അത്ര ഇഷ്ടപ്പെടുന്നില്ല. ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ എന്ത് ചെയ്യണം, ആക്ച്വലി അവർ എന്ത് ചെയ്യാണ്, നമുക്ക് ഒരു ഒളിച്ചോടി പോയാലോ എന്നൊക്കെയുള്ള അവിടെ നിന്ന് തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാലി എന്താണ് ഭയങ്കര പിന്നെ ഒരു ഇതിൽ പറയുന്നുണ്ട്, റെഫ്യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒളിച്ചോടാനൊന്നും ഇപ്പോൾ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. കാരണം അവർ സ്കൂൾ പഠിക്കുന്ന പയ്യനാണല്ലോ. അങ്ങനെ അതിനുശേഷം പിന്നെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഹോൾഡർ ആക്ച്വലി എന്ത് ചെയ്യാണ്, ജെയിനിനെ വിളിക്കുകയാണ് അല്ലേ. ജെയിൻ ഗലഹറിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു. അങ്ങനെ ജെയിനാണ് ശരിക്കും ഡേറ്റ് ചെയ്തിരുന്നത്, ജെയിൻ അവൻ്റെ ഗേൾ ഫ്രണ്ട് പോലെയല്ല. അപ്പോൾ ജെയിനെ വിളിക്കുകയാണ്. പക്ഷേ ജെയിന് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ വിളിക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജെയിൻ എന്ത് ചെയ്യുന്നില്ല, ജെയിനെ വിളിക്കുന്നില്ല. അങ്ങനെ ഭയങ്കര ഡിപ്രസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവന് ബാറിലേക്ക് പോവാണ്. ബാറിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല പിന്നെ ഇതിൽ കള്ള് കുടിക്കാനുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ബാറിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഭയങ്കര ഡ്രങ്കായി മാറുന്നില്ല, ഒരുപാട് കള്ളൊക്കെ കുടിച്ചിട്ട് അങ്ങനെ എൻഡ്സ് അപ്പ് വാണ്ടറിങ് അറൗണ്ട്. അവിടെ ന്യൂയോർക്ക് സിറ്റിയിൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ പതിയെ എന്താണ്, പാരൻസിൻ്റെ റൂമിലേക്ക് അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇങ്ങനെ പതിയെ വരികയാണ്. കാരണം അവർക്ക് അവൻ്റെ സിസ്റ്ററിനെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. സിസ്റ്ററിൻ്റെ പേരെന്താ, ഫോബ് എന്നാണ് സിസ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ സിസ്റ്ററിനെ കാണാൻ, ലിറ്റിൽ സിസ്റ്ററിനെ കാണാൻ അത്രയും താല്പര്യമായിട്ട് അവൻ എന്ത് ചെയ്യാണ്, അവൻ്റെ പാരൻസിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണ്. അപ്പോൾ ആക്ച്വലി ഇവൾക്ക് ഇപ്പോൾ ഫോബിന് മനസ്സിലാവും, പക്ഷേ ശരിക്കും എന്തില്ല, ഹി ഹാസ് നോ റിയൽ പ്ലാൻ ആൻഡ് ഗെറ്റ്സ് അപ്സെറ്റ് അല്ലേ. ശരിക്കും ഫോബിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഇവന് പ്രത്യേക ഒരു പ്ലാനൊന്നും ഇല്ലാതെ വന്നതെന്ന് അറിയുമ്പോൾ പിന്നെ ഫോബ് ഭയങ്കര അപ്സെറ്റായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഹോൾഡൻ എന്ത് ചെയ്യാണ്, അവളോട് പറയാണ് എന്ത്, ഹി വാണ്ട് ടു ബി ദ ക്യാച്ചർ ഇൻ ദ റൈ, ഞാനൊരു ക്യാച്ചർ ഇൻ ദ റൈ ആയി മാറാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ ആക്ച്വലി എന്താണ് ക്യാച്ചർ ഇൻ ദ റൈ എന്ന് പറഞ്ഞാൽ ദ പ്രൊട്ടക്ടർ ഓഫ് ദ ചിൽഡ്രൻ ഫ്രം ലൂസിങ് ദർ ഇന്നസെൻസ് എന്നാണ്. അപ്പോൾ ഇവനിപ്പോൾ അഡൾട്ട്ഹുഡിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇവനിക്ക് തൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. താനിപ്പോൾ എവിടെയാണ്, എന്താണെന്നുള്ള ഭയങ്കര ചോദ്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഫോബ് ഒരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടിയാകുമ്പോൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ആ ഒരു ഇന്നസെൻസ് അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്ടറായിട്ട് മാറാനാണ്
ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ഫോബിനോട് നമ്മുടെ പിന്നെ ഹോൾഡൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ദ ക്യാച്ചർ ഇൻ ദ റൈ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിൻ്റെ ഒരു അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. അങ്ങനെ അവസാനം വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഹോൾഡൻ എന്താണ് മിസ്റ്റർ ആൻറ്റോലിനെ വീണ്ടും കണ്ടുമുട്ടാണ്. ആൻറ്റോലിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അതേ ഒരു ഫോർമർ ടീച്ചറാണ്. അങ്ങനെ ഈ ആൻറ്റോലിനെ അവനക്ക് കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഹോൾഡന് വീണ്ടും എന്താണ് ഹോൾഡൻ അവിടെ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഹോൾഡൻ ലീവ്സ് ആഫ്റ്റർ എ ക്രീപ്പി മൊമെൻറ്റ് അല്ലേ, അവരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അങ്ങനെ അവന് വിട്ടു പോകുന്നുണ്ട്. അങ്ങനെ അവന് വീണ്ടും എന്ത് ചെയ്യാണ് പിന്നെ ഓടിപ്പോകാനൊക്കെ പ്ലാൻ ചെയ്യാണ്. പക്ഷേ അവനക്ക് എന്താണ് ഫോബിനെ കുറിച്ചുള്ള ഓർമ്മകൾ അല്ലേ വീണ്ടും വരികയാണ്. ഫോബിനെ അവന് വീണ്ടും പോയിട്ട് കാണാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൂവിൽ അവൻ എന്ത് ചെയ്യാണ് ഫോബിനെ കണ്ടുമുട്ടാണ്. അപ്പോൾ ഫോബ് സിസ്റ്ററാണല്ലോ, ഫോബ് എന്ത് ചെയ്യുന്നുണ്ട് അവളിങ്ങനെ ഒരു കറോസൽ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് അവൾ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് അവസാനം എന്ത് ചെയ്യാണ് നമ്മുടെ ഹോൾഡൻ പിന്നെ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെ നോക്കുമ്പോൾ ബുക്കിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ ഹോൾഡൻ എന്ത് ചെയ്യാണ് പിന്നെ അവർക്ക് ഭയങ്കര മിസ്സിങ് അനുഭവപ്പെടുകയാണ് അല്ലേ. എവരി വെൻ ഹീ ടോക്ക്ഡ് അബൌട്ട് അവന് മുമ്പ് കണ്ടുമുട്ടിയിട്ടുള്ള അവൻ സംസാരിച്ചിട്ടുള്ള എല്ലാവരെയും അവനക്ക് ഭയങ്കര മിസ്സിങ് വരികയാണ്. അങ്ങനെ വീണ്ടും അവന് പിന്നെ റെസ്റ്റ് ഹോമിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു മെൻ്റൽ ഹൗസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റ് ഹോമിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 26 ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് സംഭവം. പ്രധാനപ്പെട്ട തീമുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഇന്നസെൻസ് തന്നെയാണ്. ഇന്നസെൻസ് പിന്നെ അതുപോലെ തന്നെ അഡൾട്ട്ഹുഡ് അല്ലേ, അഡൾട്ട്ഹുഡിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങൾ, ആ ഒരു ചൈൽഡ്ഹുഡിൽ നിന്നുള്ള ഒരു ചേഞ്ചസ് ഒക്കെയാണ് ഏറ്റവും ഫസ്റ്റ് വരുന്നത്. പിന്നെ അലീനേഷനും ഐസൊലേഷനും അല്ലേ, ഹോൾഡൻ ഇവിടെ ഒറ്റപ്പെട്ടു പോവാണ് സമൂഹത്തിൽ, പിന്നെ മാറ്റി നിർത്തപ്പെടുകയാണ് പല അവസരത്തിലും. പിന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസ് അല്ലേ, അഡൾട്ട്ഹുഡിലേക്ക് വരുമ്പോൾ ആ ഒരു കാലഘട്ടം നമുക്കറിയാം വലുതായിട്ടുണ്ടോ എന്നുള്ള ചെറിയ കുട്ടിയാണോ എന്നുള്ള ആ ഒരു ക്രൈസിസ് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ശരിക്കും ജെ ഡി സാലഞ്ചർ ഇതിൽ കൃത്യമായിട്ട് വരച്ച് കാണിച്ചിട്ടുള്ളത്. പിന്നെ മെൻ്റൽ ഹെൽത്ത്, അതൊക്കെയാണ് പ്രധാനപ്പെട്ട തീമുകളായിട്ട് ഇതിൽ കടന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജെ ഡി സാലഞ്ചറുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാച്ചർ ഇൻ ദ റൈ എന്ന് പറയുന്ന ഈ ഒരു വർക്കിൻ്റെ ഷോർട്ട് സമ്മറി ആൻഡ് അനാലിസിസ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു, ബൈ.